പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പാർട്ട് 2 ഫിസിക്സ് ചാപ്റ്റർ 4 ആണ്. അഥവാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 10 എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ചാപ്റ്ററിൻ്റെ പേര് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ സ്ഥിതവൈദ്യുതി. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജ് നമ്പർ 167 ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പിലെ ഒരു പിക്ചറാണ്. അതായത് മൊബൈൽ നന്നാക്കുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും കയ്യിൽ നല്ല ഗ്ലൗസ് യൂസ് ചെയ്യലുണ്ട്. നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചർ. ഹാവ് യു എവർ നോട്ടീസ്ഡ് ദ ടെക്നീഷ്യൻ ഇൻ ഓതറൈസ്ഡ് മൊബൈൽ റിപ്പയർ ഷോപ്സ് വിയറിംഗ് ഗ്ലൗസ് ലൈക്ക് ദിസ്? അതായത് ഓതറൈസ്ഡ് മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പിലെ ടെക്നീഷ്യൻസൊക്കെ എന്ത് ചെയ്യുക, ഇതേപോലെയുള്ള ഗ്ലൗസ് ധരിക്കാറുണ്ട്. ഹിയർ ഹൗ മൈറ്റ് ദ ടീച്ചർ ഹാവ് റിസോൾവ്ഡ് ദ ചിൽഡ്രൻസ് ഡൗട്ട്? എങ്ങനെയാണ് ടീച്ചർ കുട്ടികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ കുട്ടികളുടെ ഡൗട്ട്? ടീച്ചർ, വാട്ട് ആർ ദീസ് ടൈപ്പ് ഓഫ് ഗ്ലൗസ് ഫോർ? അതായത് എന്തിനാണ് ഈ ടൈപ്പ് ഗ്ലൗസ് യൂസ് ചെയ്യുന്നതെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. അപ്പോൾ എന്താ ടീച്ചർ റിപ്ലൈ നോക്കാം. ദേ ആർ ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ്. ദിസ് ഈസ് ടു അവോയ്ഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അതായത് ഈ ടെക്നീഷ്യൻ ധരിച്ചിരിക്കുന്നത് ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ആണ്. എന്തിനു വേണ്ടിയാണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അവോയ്ഡ് ചെയ്യാനാണ്. അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി മൂലമുള്ള സ്പാർക്കിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ടൈപ്പ് ഗ്ലൗസ് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 10.2 റബ് എ ബലൂൺ ഓൺ ഡ്രൈ ഹെയർ, ബ്രിങ് ഇറ്റ് നിയർ ദ എൻഡ് ഓഫ് ഹെയർ സ്ട്രാൻഡ്. അതായത് എന്ത് ചെയ്യുക, ഒരു ഡ്രൈ ഹെയറിൽ ഒരു ബലൂണ് റബ്ബ് ചെയ്യുക. ഇത് നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നമ്മൾ ഇതേപോലെ സ്കെയിലോ പേനോ ഒക്കെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ മുടിയിൽ നല്ലപോലെ ഉരച്ചതിന് ശേഷം കുഞ്ഞു കുഞ്ഞു പേപ്പർ പീസുകൾ ഇങ്ങനെ ഡെസ്കിലോ മേശയിലൊക്കെ മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സ്കെയിൽ പേപ്പർ പീസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, ആ പേപ്പർ പീസസ് സ്കെയിലേക്ക് ചാടി പിടിക്കുന്നത് കാണാം. സ്കെയിലോ പേന എന്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, മുടി ഡ്രൈ ആയിരിക്കണം എന്നേ ഉള്ളൂ. അതുപോലെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു ബലൂണ് ഒരു ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഹെയറിൻ്റെ സ്ട്രാൻഡിൻ്റെ അടുത്തേക്ക് ഈ ബലൂൺ കൊണ്ടുവരുന്ന സമയത്ത് ആ ഫിഗറിൽ കാണില്ലേ, കുട്ടീൻ്റെ മുടി എന്ത് ചെയ്യുന്നുണ്ട്, ബലൂണിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ക്യാൻ യു സീ ദ ഹെയർസ് ബീങ് അട്രാക്റ്റഡ് ടു ദ ബലൂൺ? അല്ലേ, അവിടെ നമുക്ക് എന്ത് ചെയ്യുക, പിക്ചറിൽ കാണാം ആ ഹെയർ സ്ട്രാൻഡ്സ് ബലൂൺസിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അറേഞ്ച് എ സ്മോൾ പീസ് ഓഫ് ഫോൾഡഡ് പേപ്പർ അറ്റ് ദ ടിപ്പ് ഓഫ് എ പെൻസിൽ, ബ്രിങ് എ പ്ലാസ്റ്റിക് പെൻ നിയർ ദ പീസ് ഓഫ് പേപ്പർ. വാട്ട് ഡു യു ഒബ്സർവ്? അതായത് നെക്സ്റ്റ് ഫിഗർ 10.3 എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പേപ്പർ ഫോൾഡ് ചെയ്ത് ഒരു പെൻസിലിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അതേ പെൻസിലിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ പീസ് ഓഫ് പേപ്പറിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? ദർ ഇസ് നോ ചേഞ്ച്. നൗ റബ് ദ പെൻ വെൽ ഓൺ ഡ്രൈ ഹെയർ ആൻഡ് ബ്രിങ് ഇറ്റ് നിയർ ദ പേപ്പർ. വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ്? അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ജസ്റ്റ് ഒരു പേൻ എന്ത് ചെയ്യുക, ആ പേപ്പറിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഒരു ചേഞ്ച് വരുന്നില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആ പേന അതേപോലെ നല്ലപോലെ എന്ത് ചെയ്യുക, ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ റബ്ബ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഉരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഈ പെൻസിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ആ പെൻസിലിൻ്റെ മേലെ എന്തുണ്ട്, ഓൾറെഡി പേപ്പർ വെച്ചിട്ടുണ്ടല്ലോ. ദ പേപ്പർ അട്രാക്റ്റഡ് ടു ദ പെൻ. ഈ പേപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പേനയിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ടേക്ക് എ വാട്ടർ ഫിൽഡ് കണ്ടെയ്നർ വിത്ത് എ ഹോൾ അറ്റ് ദ ബോട്ടം. അതായത് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, അതിൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്യുക, ഒരു ഹോൾ ഉണ്ടാക്കുക. ഹോൾഡ് എ പ്ലാസ്റ്റിക് സ്കെയിൽ നിയർ ദ വാട്ടർ സ്ട്രീം. ഈസ് ദർ എനി ചേഞ്ച് ഫോർ ദ വാട്ടർ സ്ട്രീം? അതായത് അവിടെ ഹോൾ ഇട്ടത് കൊണ്ട് എന്ത് ചെയ്യുക, വെള്ളം താഴേക്ക് വരുന്നുണ്ടല്ലോ, ആ വെള്ളം വരുന്ന ആ സ്ട്രീമിൻ്റെ അടുത്തായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്കെയിൽ കൊണ്ടുവെക്കുക. അപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ടോ? അല്ലെ, അവിടെ നമുക്ക് ഒരു വ്യത്യാസവും കാണുന്നില്ല. ദെൻ ഹോൾഡ് ദ സ്കെയിൽ ആഫ്റ്റർ റബ്ബിങ് ഇറ്റ് വെൽ ഓൺ ഡ്രൈ ഹെയർ. വാട്ട് ഡു യു ഒബ്സർവ്? ദെൻ നെക്സ്റ്റ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ സ്കെയിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്തതിന് ശേഷം ഈ സ്ട്രീമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ സ്ട്രീമിൻ്റെ പാത്തിൽ ചെറിയ വേരിയേഷൻ വരും. കാരണം ഈ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ, നേരെ പോകേണ്ടതിന് പകരം സ്ട്രീം എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ വാട്ടർ സ്ട്രീം സ്കെയിലിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ദ വാട്ടർ സ്ട്രീം അട്രാക്ട്സ് ടു ദ സ്കെയിൽ. ദെൻ വാട്ട് ക്യാൻ യു ഇൻഫർ ഫ്രം ദിസ് ആക്ടിവിറ്റീസ് ഡൺ സോ ഫാർ? അല്ലേ, നമ്മൾ ഇതുവരെ ചെയ്ത ആക്ടിവിറ്റിയിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? റബ്ഡ് ഒബ്ജക്ട്സ് ക്യാൻ അട്രാക്റ്റ് അതേഴ്സ്. അല്ലേ, അതായത് റബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒബ്ജക്റ്റിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്, മറ്റു ഒബ്ജക്ട്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നൗ റബ് ദ പെയർ ഓഫ് ഒബ്ജക്റ്റ് ഗിവൺ ബിലോ എഗെയിൻസ്റ്റ് ഈച്ച് അതർ. ചെക്ക് ഇഫ് ദേ ക്യാൻ അട്രാക്ട് സ്മോൾ പീസസ് ഓഫ് പേപ്പർ. ക്യാൻ യു ഫൈൻഡ് ന്യൂ റബ്ബിംഗ് പെയർസ്? ആഡ് യുവർ ഫൈൻഡിങ്സ് ടു ദ ടേബിൾ. ഇവിടെ ഒരു ടേബിൾ കൊടുത്തു. ഈ ടേബിളിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒബ്ജക്റ്റ് യൂസ്ഡ് ഫോർ റബ്ബിംഗ്, ഗ്ലാസ് റോഡും സിൽക്കുമാണ്. അതായത് ഒരു സിൽക്ക് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഗ്ലാസ് റോഡിനെ നന്നായിട്ട് റബ്ബ് ചെയ്യുക. ആ റബ്ബ് ചെയ്തതിന് ശേഷം ഗ്ലാസ് റോഡ് സ്മോൾ പീസസ് ഓഫ് പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ ചെറിയ പേപ്പർ പീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്.
ഇത് നെക്സ്റ്റ് പോളിസ്റ്റർ ക്ലോത്തും സ്റ്റീൽ സ്പൂണും തമ്മിലാണ് റബ്ബ് ചെയ്യുന്നത്. ദെൻ റബ്ബ് ചെയ്തതിന് ശേഷം സ്റ്റീൽ സ്പൂൺ ഇതേപോലെ പേപ്പർ പീസിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഡസ്റ്റിൻ്റെ അട്രാക്റ്റാണ്, അത് അട്രാക്റ്റ് ചെയ്യുന്നില്ല. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്നത് PVC പൈപ്പും പോളിത്തീനുമാണ്. ഈ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് PVC പൈപ്പിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ആ PVC പൈപ്പ് ഇതേപോലെ പേപ്പർ പീസിന് അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അട്രാക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ അതേപോലെ ഒരു കോളം കൂടെ അവിടെ ഫില്ല് ചെയ്യാനുണ്ട്. ഫോർത്ത് കോളത്തിൽ നമ്മൾ ഓൾറെഡി ചെയ്തത് ബലൂണും ഡ്രൈ ഹെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഡ്രൈ ഹെയറിൽ ബലൂൺ എന്ത് ചെയ്യുക, റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്മോൾ പീസസ് ഓഫ് പേപ്പറിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടേബിൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്, ഡു ഓൾ ഒബ്ജക്റ്റ് ഗെയിൻ ദ അബിലിറ്റി ടു അട്രാക്ട് വെൻ റബ്ബ്. റബ്ബ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഒബ്ജക്റ്റിനും ഇതേപോലെ അട്രാക്ട് ചെയ്യാനുള്ള അബിലിറ്റി കിട്ടുന്നുണ്ടോ? നമുക്ക് ഈ ടേബിളിന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എല്ലാത്തിനും എന്ത് ചെയ്യുന്നില്ല, ഈ അബിലിറ്റി കിട്ടുന്നില്ല. When some pairs of objects are rubbed against each other, some of them gain the ability to attract the other object. അതായത് ഈ പേഴ്സ് തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ചില പേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് ഒബ്ജക്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു അബിലിറ്റി കിട്ടുന്നുണ്ട്, ചിലതിന് ആ കഴിവ് കിട്ടുന്നില്ല. ദിസ് അബിലിറ്റി ടു അട്രാക്ട് വെൻ റബ്ബഡ് ഈസ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അതായത് ഈ അബിലിറ്റി കിട്ടുന്നത് അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പവർ ഇവർക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, അവിടെ ചാർജ്, ഇലക്ട്രിക് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ ഇലക്ട്രിക് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുക, അവിടെ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അബിലിറ്റി കിട്ടുന്നത്, മറ്റ് ഒബ്ജക്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ചാർജ് ഇസ് എ ഫണ്ടമെൻ്റൽ ഫാക്ടർ ദാറ്റ് കോസ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. വസ്തുക്കൾ തമ്മിൽ അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൽഷനോ കാരണമാകുന്ന ഒരു ഫണ്ടമെൻ്റൽ ഫാക്ടറാണ് എന്ത്, ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദർ ആർ 2 types ഓഫ് ചാർജസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. 2 ടൈപ്പ് ചാർജ് ആണുള്ളത്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഓൾ സബ്സ്റ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് വിച്ച് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താ, എല്ലാ സബ്സ്റ്റൻസും ബേസിക് ആയിട്ട് ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ഇസ് ഡ്യൂ ടു ദ ചാർജ് ഗെയിൻഡ് ബൈ ആറ്റംസ്. അതായത് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഈ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആറ്റംസിന് കിട്ടുന്ന ഈ ചാർജിൻ്റെ ഫലമായിട്ടാണ് ഒബ്ജക്ട്സിന് അട്രാക്ഷൻ ലഭിക്കുന്നത്. ഇതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്, ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇൻസൈഡ് ആൻ ആറ്റം, അല്ലേ, വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചാണ് അറിഞ്ഞു വെക്കാനുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 10.5. അതായത് നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സെല്ലിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആറ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ്, ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ, ന്യൂക്ലിയസിൽ എന്തൊക്കെ പാർട്ടിക്കിൾസിനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ആ ഒരു ഫിഗറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസിനെയും ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺസിനെയും നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ സെൻട്രൽ പോർഷനായിട്ടുള്ള ന്യൂക്ലിയസ് കാണാൻ പറ്റും. ദെൻ അതിന് ചുറ്റുമായിട്ട്, ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ചാർജഡ് ഇലക്ട്രോൺസ് അതിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിന് ചുറ്റുമായിട്ട് ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. ഈ ഒരു ഫിഗർ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദെൻ ദ മെയിൻ പാർട്ടിക്കിൾസ് ഓഫ് ആൻ ആറ്റം ആർ ഇല്ലുസ്ട്രേറ്റഡ് ബിലോ, അല്ലേ, ആ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? ഒരു ആറ്റത്തിലെ മെയിൻ പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചതാണ്, പ്രോട്ടോൺസ്, ഇലക്ട്രോൺ, ന്യൂട്രോൺ. Then the central part of an atom is the nucleus. What are the main particles in the nucleus? അല്ലേ, ഒരു ആറ്റത്തിൻ്റെ സെൻട്രൽ പാർട്ടിനാണല്ലോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസിലെ മെയിൻ പാർട്ടിക്കിൾസ് ഏതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണുമാണ്. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഈച്ച് ഓഫ് ദീസ് പാർട്ടിക്കിൾ? ഈ ഓരോ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്താണ്, അല്ലേ, ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ. പ്രോട്ടോൺ പോസിറ്റീവ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്, ന്യൂട്രോണിന് ചാർജില്ല, ചാർജ്ലെസ് ആണ് ന്യൂട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഇലക്ട്രോൺസ് റിവോൾവ് എറൗണ്ട് ദ ന്യൂക്ലിയസ്. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ? ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് 9th ക്ലാസ്സിലൊക്കെ അതിന് ഡീറ്റെയിൽ ആയിട്ട് കെമിസ്ട്രി പഠിക്കാനുണ്ട്, ഈ ഇലക്ട്രോൺ മോഡലും ആറ്റം മോഡലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് ഏതാണ്, നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോൺസ് ഹാവ് എ ചാർജ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് പ്രോട്ടോൺ. നമുക്കറിയാം പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ ഓപ്പോസിറ്റ് ചാർജാണ്. Therefore, in atoms with an equal number of both, the charges will cancel each other out. അതായത് ഒരാറ്റത്തിൽ സെയിം നമ്പറാണ് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എങ്കിൽ എന്ത് ചെയ്യുക, ഈ 2 ചാർജും സെയിം ആയതുകൊണ്ട് തന്നെ ഒന്ന് പോസിറ്റീവ് ചാർജാണ്, ഒന്ന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഈ ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ന്യൂട്രോൺ ഹാവ് നോ ചാർജ്, ന്യൂട്രോണിനാണെങ്കിലോ ചാർജ് ഇല്ലതാനും. ഇഫ് സോ ഫൈൻഡ് ദ ചാർജ് ഓഫ് ആറ്റം ഇൻ ദ ടേബിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ചാർജ് കണ്ടെത്താനാണ് ഇവിടെ ഒരു ടേബിൾ 10.2.
നമ്പർ ഓഫ് പ്രോട്ടോൺസ് 26 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോണും 26 ആണ്. അപ്പോൾ അതിൻ്റെ ചാർജ് എന്തായിരിക്കും? നമുക്കറിയാം പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ +26ഉം -26ഉം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അഥവാ ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഓൾറെഡി ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ഒരാറ്റത്തിൽ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ചാർജ് ന്യൂട്രൽ ആയിരിക്കും. ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺ 26 ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ 24 ആണ്. അപ്പോൾ ഇവിടെ ഏത് ചാർജാണ് കൂടുതലുള്ളത്? പ്രോട്ടോണിൻ്റെ എണ്ണമാണ് കൂടുതൽ, അതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. സോ ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺ 17 ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ 16 ആണ്. സോ ഇവിടെ ഏതാണ്? പ്രോട്ടോണിൻ്റെ ചാർജാണ് കൂടുതൽ, അഥവാ പോസിറ്റീവ് ചാർജാണ് കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ആറ്റത്തിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ ടേബിൾ. ഈ ടേബിൾ ബേസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം. ഫിഗർ 10.6. അതായത് ഒരു ബലൂണ് കാണിച്ചിരിക്കുന്ന ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജാണ്. ഹേ ഐ ഗോട്ട് ഇലക്ട്രോൺസ് അല്ലേ? അപ്പോൾ ബലൂൺ എന്താ പറയുന്നത്? എനിക്ക് ഇലക്ട്രോണിനെ കിട്ടി. അവിടെ ഒരു റോഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ഓ ഐ ലോസ്റ്റ് ഇലക്ട്രോൺ, എനിക്കെന്തേ? ഇലക്ട്രോൺ ലോസ്റ്റായി. അപ്പോൾ ഈ ഒരു ഫിഗർ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അതായത് ഒരു ഒബ്ജക്റ്റിന് ഇലക്ട്രോൺ കിട്ടുവാണെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജും, ഇലക്ട്രോൺ ലോസ്റ്റ് ആവുകയാണെങ്കിൽ, നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത്. ഒരാറ്റത്തിൻ്റെ കേസാണ് പറയുന്നത്. വാട്ട് ഈസ് എ റീസൺ ഫോർ ആൻ ആറ്റം ടു ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ? ഒരാറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവണമെങ്കിൽ എന്താവണം അതിൻ്റെ റീസൺ? നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ചാർജ് ന്യൂട്രൽ ആയിരിക്കും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചാർജ് ഒബ്റ്റെയിൻഡ് ഇഫ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺ? അതായത് ഒരാറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം പ്രോട്ടോണിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ ആ ആറ്റത്തിൻ്റെ ചാർജ് ഏതായിരിക്കും? അതായത് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമുക്കറിയാം ഏതായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ്, what is the charge obtained if the number of proton in an atom is greater than the number of electron? ഒരാറ്റത്തിൽ പ്രോട്ടോണിൻ്റെ എണ്ണം ഇലക്ട്രോണിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ ആറ്റത്തിൻ്റെ ചാർജ് ഏതായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. വെൻ റബ്ബഡ് സബ്സ്റ്റൻസസ് ഗെറ്റ് ചാർജ് ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ, ദിസ് ചേഞ്ചസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റം. അതായത് ഒരാറ്റത്തിൽ ഒബ്ജക്ട്സ് പരസ്പരം റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ആ ഇലക്ട്രോൺ ട്രാൻസ്ഫർ മൂലമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത്. വെൻ ആൻ ആറ്റം ലോസസ് ഇലക്ട്രോൺ ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജഡ് ആൻഡ് വെൻ ഇറ്റ് ഗെയിൻസ് ഇലക്ട്രോൺ ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജഡ്. അതായത് ഒരാറ്റത്തിന് ഇലക്ട്രോൺ നഷ്ടമാവുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജും, ഒരാറ്റത്തിന് ഇലക്ട്രോൺ ലഭിക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജും ആയിരിക്കും കിട്ടുന്നത്. അതായത് നമുക്കറിയാം ഒബ്ജക്ട്സ് പരസ്പരം റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഇലക്ട്രോൺ കിട്ടുകയും ചെയ്യും, മറ്റൊരാൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺ ലഭിക്കുന്ന ആറ്റത്തിന് നെഗറ്റീവ് ചാർജും ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ആയിരിക്കും ഉണ്ടാവുക. ഈ കാര്യം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. then ഇവിടെ ഒരു ടേബിൾ 10.3 കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പെയർ ഓഫ് ഒബ്ജക്ട്സ് യൂസ്ഡ് ഫോർ റബ്ബിംഗ് ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദം. ദെൻ ചാർജ് ഗെയിൻഡ്. അതായത് ഇവിടെ ഒബ്ജക്ട്സിൻ്റെ പെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ എവിടെ നിന്ന് എങ്ങോട്ടാണ് നടക്കുന്നതെന്നും അപ്പോൾ ഏതിനാണ് പോസിറ്റീവ് ചാർജ് ഏതിനാണ് നെഗറ്റീവ് ചാർജ് എന്നാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഏതൊക്കെ പെയറാണ് കൊടുത്തിട്ടുള്ളത്? ഗ്ലാസ് റോഡും സിൽക്കും തമ്മിലാണ് റബ്ബ് ചെയ്യുന്നത്. അതായത് ഒരു സിൽക്ക് തുണിയിൽ ഗ്ലാസ് റോഡ് റബ്ബ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ എവിടെ നിന്ന് അങ്ങോട്ടാണ്? ഗ്ലാസ് റോഡ് ലൂസസ് ഇലക്ട്രോൺ. ഗ്ലാസ് റോഡിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആൾക്ക് ഏത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത് ഗ്ലാസ് റോഡിനും നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത് സിൽക്കിനും ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഇവിടെ പെയറായിട്ട് കൊടുത്തിട്ടുള്ള ഒബ്ജക്ട്സ് എബണൈറ്റും വുളൻ ക്ലോത്തുമാണ്. വുളൻ ക്ലോത്തിൽ എബണൈറ്റാണ് റബ്ബ് ചെയ്യുന്നത്. ആ സമയത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത് വൂളൻ ക്ലോത്തിനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വൂളൻ ക്ലോത്തിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഏതിനായിരിക്കും? എബണൈറ്റിനായിരിക്കും. അപ്പോൾ വൂളൻ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് എബണൈറ്റിൽ നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഈ എബണൈറ്റിന് നെഗറ്റീവ് ചാർജാണല്ലോ ലഭിക്കുന്നത്. അപ്പോൾ എബണൈറ്റ് ഗെയിൻസ് ഇലക്ട്രോൺ. എബണൈറ്റിന് എന്ത് ചെയ്യുക? ഇലക്ട്രോൺസ് കിട്ടിയത് കൊണ്ടാണ് എബണൈറ്റിന് നെഗറ്റീവ് ചാർജില്ല. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യേണ്ടത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എബണൈറ്റ് ഗെയിൻസ് ഇലക്ട്രോൺ. സോ അവിടെ നെഗറ്റീവ് ചാർജ് ആ ഒരു ബോക്സിൽ എബണൈറ്റ് എന്ന് എഴുതുക. ദെൻ റബ്ബറും വുളൻ ക്ലോത്തും തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് വുളൻ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് റബ്ബറിനെ നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും വുളൻ ക്ലോത്തിന് പോസിറ്റീവ് ചാർജാണ് ലഭിക്കുന്നത്. അപ്പോൾ അവിടെ റബ്ബർ ഗെയിൻസ് ഇലക്ട്രോൺ. റബ്ബറിന് എന്ത് ചെയ്യാം?
ഇലക്ട്രോൺസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ റബ്ബറിന് ഏത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ദർ ക്യാൻ ബി അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ചാർജ്ഡ് ഒബ്ജക്റ്റ്. ദിസ് വിൽ ഡിപ്പെൻഡ് ഓൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ചാർജ്. അതായത് ഈ അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൽഷനോ നടക്കുക ചാർജ്ഡ് ഒബ്ജക്ട്സ് തമ്മിൽ ഒരു പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഏതൊക്കെ ചാർജുകൾ തമ്മിലായാലും നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ചാർജസ് തമ്മിൽ മേ ബി അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ നടക്കുക. അത് ആ ചാർജിൻ്റെ പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. Hang two rubber balloons touching each other. Rub them together with a piece of wool in between. Remove the wool. Can you see the balloons repelling each other? അതായത് ഫസ്റ്റ് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. 10.7a രണ്ട് ബലൂൺ ഹാങ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ രണ്ട് ബലൂണിനെ എന്ത് ചെയ്യുക? സെയിം വൂൾ ക്ലോത്ത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു പീസ് ഓഫ് വൂൾ യൂസ് ചെയ്തിട്ടാണ് രണ്ട് ബലൂണിനെ റബ്ബ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ബലൂണിന് എന്ത് ചെയ്യും? ചാർജ് കിട്ടും. അതായത് ഈ വൂളൻ ക്ലോത്തിന് പോസിറ്റീവ് ചാർജും ഈ ബലൂണിൽ കാണിച്ചിരിക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. റിമൂവ് ദ വൂൾ, ക്യാൻ യു സീ ദ ബലൂൺസ് റിപ്പല്ലിങ് ഈച്ച് അതർ. അപ്പോൾ നമ്മൾ ഈ ക്ലോത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ ബലൂൺ റിപ്പൽ ചെയ്യുന്നതായിട്ട് ഫിഗർ 10.7bയിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് ബലൂൺ എന്ത് ചെയ്യുക? ദൂരേക്ക് പോകുന്നുണ്ട്, റിപ്പൽ ചെയ്യുന്നുണ്ട്. വാട്ട് ചാർജ് ഡു ബലൂൺ ഗെയിൻ വെൻ റബ്ഡ് വിത്ത് വൂൾ? അപ്പോൾ ഈ വൂൾ കൊണ്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് ബലൂണിന് ഏത് ചാർജാണ് ലഭിക്കുന്നത്? ആ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാലോ, ബലൂണിന് നെഗറ്റീവ് ചാർജാണ്. വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ റിപ്പൽഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ ഈ രണ്ട് ബലൂണും നെഗറ്റീവ് ചാർജ് ലഭിച്ചത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ബലൂണ് റിപ്പൽ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ്, ലൈക്ക് ചാർജസ് റിപ്പൽ. ഒരേപോലെയുള്ള ചാർജുകളാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും? അത് റിപ്പൽ ചെയ്യും. അതായത് രണ്ട് ബലൂണ് നെഗറ്റീവ് ചാർജ് ലഭിച്ചത് കൊണ്ട് എന്ത് ചെയ്യുക? രണ്ട് ബലൂണ് റിപ്പൽ ചെയ്തിട്ട് ദൂരേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ബ്രിങ് ദ റബ്ഡ് പാർട്ട് ഓഫ് ദ വൂൾ നിയർ ദ ബലൂൺ. വാട്ട് ഡു യു ഒബ്സർവ്? അതായത് നേരത്തെ നമ്മൾ റബ്ബ് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ വൂളിൻ്റെ റബ്ഡ് പോർഷൻ എന്ത് ചെയ്യുക? ബലൂണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ബലൂണ് വൂളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അട്രാക്റ്റ് ചെയ്യപ്പെടും. അതിന് കാരണം നമുക്കറിയാം എന്താ? വാട്ട് ചാർജ് ഡസ് ദ വൂൾ ഗെയിൻ ആഫ്റ്റർ റബ്ബിങ്? റബ്ബിങ്ങിന് ശേഷം ഈ വൂളിന് ഏത് ചാർജാണ് ലഭിക്കുന്നത്? പോസിറ്റീവ് ചാർജാണ്. നമുക്ക് ഓൾറെഡി അറിയാം ബലൂണിന് നെഗറ്റീവ് ചാർജാണുള്ളത്, വൂളിന് പോസിറ്റീവ് ചാർജും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബലൂണിൻ്റെ അടുത്തേക്ക് വൂള് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യും? ബലൂൺ വൂളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അതായത് ഡിഫറെൻറ്റ് ചാർജാണല്ലോ ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ്. ലൈക്ക് ചാർജ് എന്ന് പറഞ്ഞാൽ സെയിം ചാർജാണ്, അൺലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെൻറ്റ് ചാർജാണ്. അതായത് ഒരാൾക്ക് പോസിറ്റീവും വൂളിന് പോസിറ്റീവും ബലൂണിന് നെഗറ്റീവുമാണ്. ഡിഫറെൻറ്റ് ചാർജ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക? ഡിഫറെൻറ്റ് ചാർജ് ആയതുകൊണ്ട് അവർ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓർത്ത് വെക്കാനുള്ള രണ്ട് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. ഡു ചാർജ്ഡ് ഒബ്ജക്റ്റ് അട്രാക്ട് അൺചാർജ്ഡ് ഒബ്ജക്റ്റ്? ഇവിടെയൊക്കെ ഈ പറഞ്ഞ ആക്ടിവിറ്റിയിലൊക്കെ എന്ത് ചെയ്യുക? ഈ രണ്ട് ഒബ്ജക്റ്റിനും ചാർജ് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? അതായത് ചാർജ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അൺചാർജ്ഡ് ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. നമ്മൾ ചെയ്ത ഫസ്റ്റ് പറഞ്ഞ എക്സ്പെരിമെൻറ്റിലൊക്കെ എന്താണ്? അൺചാർജ്ഡ്. അതായത് എന്ത് ചെയ്യുക? സ്കെയിലോ അല്ലെങ്കിൽ പേനോ ഉപയോഗിച്ച് ഡ്രൈ ഹെയറിലൊക്കെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ആ സ്കെയിലിന് ചാർജ് ലഭിക്കുന്നുണ്ട്. എന്നിട്ട് ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റിനല്ലേ അട്രാക്ട് ചെയ്തത്. In the experiment shown in figure 10.3 and 10.4, did the piece of paper and the water stream have a charge? Wherein they still attracted? അല്ലേ, അതായത് ഇവിടെ ആ പീസ് ഓഫ് പേപ്പറിനും അതേപോലെ സ്ട്രീമിനും ഒന്നുമില്ല, എന്തില്ല, ചാർജില്ല. പക്ഷേ അവർ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെ അട്രാക്റ്റ് ചെയ്തത്? അതായത് നമ്മൾ റബ്ബ് ചെയ്തതിന് ശേഷമാണ് ആ പേനയോ അല്ലെങ്കിൽ സ്കെയിലൊക്കെ എന്ത് ചെയ്യുക? ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക? നമ്മൾ റബ്ബ് ചെയ്ത ഹെയറിൽ റബ്ബ് ചെയ്ത ആ ഒബ്ജക്റ്റിന് ചാർജ് ഉണ്ട്. ഈ വസ്തുക്കൾക്കാണെങ്കിൽ വാട്ടർ സ്ട്രീമിനോ അതേപോലെ പേപ്പറിനോ എന്തില്ല, ചാർജില്ല. അപ്പോൾ ചാർജുള്ള ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റിനെയും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, ഫിഗർ 10.9. Place a few thermocol balls in a plastic tray. Arrange a transparent acrylic sheet on the tray. അതായത് എന്ത് ചെയ്യുക? കുറച്ച് തെർമോക്കോൾ പീസസ് എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് ട്രേയിൽ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക? ഒരു അക്രിലിക് ഷീറ്റ്, അതായത് അവിടെ അതിൻ്റെ മേലെ വെക്കാനും പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ദ അക്രിലിക് ഷീറ്റ് ബൈ റബ്ബിങ് ഇറ്റ് വിത്ത് വൂൾ ഓർ ബൈ ഹാൻഡ്. നമ്മൾ ഹാൻഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു വൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഈ അക്രിലിക് ഷീറ്റിന് റബ്ബ് ചെയ്യുക. അതിന് ശേഷം ഡസിൻ ദ അക്രിലിക് ഷീറ്റ് അട്രാക്ട് ദ തെർമോക്കോൾ ബോൾസ്. അപ്പോൾ ഈ അക്രിലിക് ഷീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ തെർമോക്കോൾ ബോളിനെ അട്രാക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് കാരണം എന്താ? നമ്മൾ റബ്ബ് ചെയ്തതിന് ശേഷം ഈ അക്രിലിക് ഷീറ്റിന് ഒരു ചാർജ് കിട്ടി. ആ ചാർജ് കൊണ്ടാണ് എന്ത് ചെയ്യുക? ചാർജ് ഇല്ലാത്ത തെർമോക്കോൾ ബോളിനെ ഇത് അട്രാക്ട് ചെയ്യുന്നത്. ചാർജ്ഡ് ഒബ്ജക്റ്റ് ഹാവ് ദ അബിലിറ്റി ടു അട്രാക്ട് ന്യൂട്രൽ ഒബ്ജക്റ്റ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്ത. അപ്പോൾ ചാർജുള്ള ഒബ്ജക്ട്സിന് എന്തിനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്? ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. Is attraction or repulsion the most suitable indication to confirm the charge of an object? അപ്പോൾ അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ, ഏതാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ചാർജ് കൺഫേം ചെയ്യാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇഫ് ടു ഒബ്ജക്ട്സ് അട്രാക്ട് ഈച്ച് അതർ, ക്യാൻ ഇറ്റ് കൺഫേംഡ് ദാറ്റ്
ബോത്ത് ആർ ചാർജ്ഡ്, രണ്ട് ഒബ്ജക്ട്സ് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ രണ്ടിനും ചാർജ് ഉണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുമോ? നമ്മൾ രണ്ട് റീസൺ പഠിച്ചു. അതായത് എന്ത് ചെയ്യുക, ലൈക്ക് ചാർജ് റിപ്പൽ ചെയ്യുന്നുണ്ട്, അതേപോലെ എന്ത് ചെയ്യുക, അൺലൈക്ക് ചാർജ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നിന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ചാർജ് ആണെങ്കിൽ അവർ അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, ഒരു ചാർജുള്ള ഒബ്ജക്റ്റ് ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ രണ്ടിനും ചാർജ് ഉണ്ടെന്ന്. അതായത് രണ്ട് ചാർജുള്ള ഒബ്ജക്റ്റ് തമ്മിലും അട്രാക്ട് ചെയ്യും. ഡിഫറെൻറ്റ് ചാർജ് ആണെങ്കിൽ അവ അട്രാക്ട് ചെയ്യും. മേ ബി ഒരു ചാർജുള്ള ഒബ്ജക്റ്റും ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റും തമ്മിലും അട്രാക്ഷൻ നടക്കും. പക്ഷേ റിപ്പൽഷൻ നടക്കണമെങ്കിൽ എന്താണ്, രണ്ടും സെയിം ചാർജ് ആണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, റിപ്പൽഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കൺഫേം ആയിട്ട് പറയാം എന്താ, ഈ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഏതാ, റിപ്പൽഷൻ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. The most suitable indicator to confirm the charge of two objects is not attraction but repulsion. അതായത് എന്ത് ചെയ്യുക, രണ്ട് ഒബ്ജക്റ്റിന് ചാർജ് ഉണ്ടോ ഇല്ലയെന്ന് കൺഫേം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അട്രാക്ഷൻ അല്ല റിപ്പൽഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ റിപ്പൽഷനാണ്. കാരണം എന്താ, അട്രാക്ഷൻ ആകുന്ന സമയത്ത് മേ ബി ചാർജ് ഇല്ലാത്ത ഒബ്ജക്റ്റും വരാം, അല്ലെങ്കിൽ ചാർജ് ഉള്ളതും വരാം. അപ്പോൾ റിപ്പൽഷൻ ആണെങ്കിൽ എന്താ, രണ്ട് ഒബ്ജക്റ്റിനും സെയിം ചാർജ് ആണെങ്കിൽ മാത്രമേ റിപ്പൽഷൻ നടക്കുള്ളൂ. അപ്പോൾ രണ്ടിനും ചാർജ് ഉണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്യാമല്ലോ. സോ നമ്മളെ ക്ലാസ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ദയവേത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്